പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പിണറായി സർക്കാരിൻ്റെ 9ാമത് മന്ത്രിസഭാ വാർഷിക ദിനം UDF ഇരവിപുരം നിയോജക മണ്ഡലം കമ്മിറ്റി കരിദിനമായി ആചരിച്ചു. കൊല്ലൂർവിള പള്ളിമുക്കിൽ നിന്നാരംഭിച്ച കരിദിന റാലി പോളയത്തോട് ജംഗ്ഷനിൽ സമാപിച്ചു. യോഗം ശ്രീ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. 9ാം വാർഷിക ദിനത്തിൽ പിണറായി സർക്കാർ 3 കോടി രൂപയാണ് പൊതുഖജനാവിൽ നിന്നെടുത്ത് ദൂർത്തടിക്കുന്നതെന്ന് MP പറഞ്ഞു. ശ്രീ സജി D ആനന്ദ്, അഡ്വക്കേറ്റ് K ബേബിസൺ, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, M നാസർ, കിഴങ്ങിൽ സുധീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്തായാലും അതിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. ഉണ്ടല്ലോ, ഒട്ടനവധി പ്രവർത്തകരാണ് പോളയത്തോട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നത്. ഈ നാട്ടിൽ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. നമ്മൾ ഈ പ്രതിഷേധം പല രൂപത്തിലും ഈ പോളയത്തോടും അതുപോലെ തന്നെ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ നാനാ മേഖലകളിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പൊളിഞ്ഞു തകർന്നു വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എന്തവകാശമാണ് ഇവർ പുരോഗമനം പറയുന്നത്? ഏതെങ്കിലും ഈ പറയുന്ന നാഷണൽ ഹൈവേയിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ആ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് ഏറ്റെടുത്തേ മതിയാകൂ. മഹിളകളും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒക്കെ ഇന്ന് ആചരിക്കുന്നു. കേരളമെമ്പാടും മുക്കന ഈ നിലയിലുള്ള പ്രതിഷേധ ജാഥകളും കരിദിന ആചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു. ഇന്ന് സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോഴും കണ്ണൂരിൽ കൊഴുവള്ളിയിൽ ഒരു യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്തയും കേട്ടിട്ടാണ് നമ്മളൊക്കെ ജാഥയിൽ പങ്കെടുക്കാനെത്തുന്നത്. ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെ കാര്യത്തിൽ, വളർച്ചയുടെ കാര്യത്തിൽ, ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി അഭിമാനകരമായ പുരോഗതിയും വളർച്ചയും കേരളത്തിന് കൈവരിക്കാൻ കഴിയുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കാൻ ഈ സർക്കാരിന് കഴിയുമോ? ഇപ്പൊ നിങ്ങളറിയാം, ഈ കേരളത്തിൽ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ്, ഖജനാവിലെ പൊതുപണം ചെലവഴിച്ചുകൊണ്ടാണ് ധൂർത്ത് നടത്തി, ആർഭാടം നടത്തി 9ാമത് വാർഷികാഘോഷം നടത്തുന്നത്. അവിടെ തിരുവനന്തപുരത്ത് കേവലമായ അലവൻസ് മാത്രം വാങ്ങി, ഓണറേറിയം മാത്രം വാങ്ങി പ്രവർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ട് ഇന്ന് 100 ദിവസം പൂർത്തീകരിക്കുന്നു. ആ ആശാ വർക്കേഴ്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആനുകൂല്യത്തിൽ കേവലമായ വർധനവെങ്കിലും നടത്തി ആ സമരം അവസാനിപ്പിക്കാൻ ഈ ഗവൺമെന്റിന് സമയമില്ല, ഈ ഗവൺമെന്റിന് പണമില്ല. പക്ഷേ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ അവരുടെ പെൻഷനും ശമ്പളവും അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. 6 ലക്ഷം രൂപയാണ് റിട്ടയർ ചെയ്ത ഫിനാൻസ് സെക്രട്ടറി എബ്രഹാം എന്ന് പറയുന്ന ഫിനാൻസ് സെക്രട്ടറി പ്രതിമാസം 6 ലക്ഷം രൂപയാണ് അയാളുടെ ശമ്പളം. സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത മുഴുവൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയും, IAS ഉദ്യോഗസ്ഥരെയും, ചീഫ് സെക്രട്ടറിമാരടക്കമുള്ളവരെ മുഴുവൻ പ്രത്യേക ലാവണങ്ങൾ ഉണ്ടാക്കി, ഉപദേശക സമിതികൾ ഉണ്ടാക്കി അവരെയൊക്കെ പുനഃപ്രതിഷ്ഠിക്കുന്നു. 6 ലക്ഷം രൂപയാണ് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ കിഫ്ബിയുടെ ചെയർമാനായിട്ടുള്ള, മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സാക്ഷാൽ എബ്രഹാമിന്റെ പഴയ ഫിനാൻസ് സെക്രട്ടറിയുടെ പ്രതിമാസ ശമ്പളം. രാഷ്ട്രീയമായി കൂറുമാറ്റം നടത്തി, കാലുമാറ്റം നടത്തി പ്രവർത്തിച്ചു വന്ന മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തി തിരിച്ചു പോകുന്നവരെ കുടിയിരുത്താൻ, അവരുടെ രാഷ്ട്രീയ പുനരധിവാസത്തിന് വേണ്ടി KV തോമസിനെ കുടിയിരുത്താൻ വേണ്ടി ദശലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ചെലവഴിക്കുന്നു.